ഹലോ ഗായ്സ്, കണ്ണൂർ ട്രക്കർ കാനഡയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇത് നമ്മുടെ പുതിയൊരു വീക്കാണ്. അപ്പം നമ്മളിപ്പം ഉള്ളത് വിൻസസാൾട്ടിലാണ്. അപ്പം നമുക്ക് ലോഡുള്ളത് ക്യൂബക്കിലോട്ടാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ആദ്യം പോയ അതേ ട്രിപ്പ് റോണയിലോട്ട്. അപ്പം നമ്മൾ രാവിലെ 8 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ 8 മണിയായപ്പോൾ യാടി വന്നു. അവിടെ നിന്ന് നമ്മൾ ബോക്ടെയിലടിച്ച് നമ്മുടെ വിൻസസാൾട്ടിലെത്തി. അവിടെ എത്തിയിട്ട് നമ്മൾ ട്രെയിലർ ഹുക്ക് ചെയ്തു. ട്രെയിലർ എന്ന് പറയുമ്പോൾ കുറച്ച് നല്ല പഴക്കമുള്ള ട്രെയിലറാണ്. 353003 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കമ്പനിയിലുള്ളതിൽ തന്നെ കുറച്ച് നല്ല പഴക്കമുള്ള ട്രെയിലറാണ്. ട്രൈ ആക്സിൽ 3 ആക്സിലുള്ളത്. അപ്പോൾ അത് ഹുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് ഇഷ്യൂസ് വന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ടയർ കുറച്ച് ഡാമേജ്ഡാണ്. മറ്റേ ഡോറിൻ്റെ വിഞ്ചൊന്ന് പോയിരിക്കുകയാണ്. അപ്പം അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ട്രെയിലർ അത്യാവശ്യം നല്ല പഴക്കമുണ്ട്. അവിടെ ഇവിടെ എല്ലാം തുരുമ്പാണ്, പുറകിലല്ല. വല്ല മുറിഞ്ഞ് കഴിഞ്ഞാൽ വല്ല സെപ്റ്റിക് ആവും എന്തായാലും. അപ്പോൾ ഇതിന് മുമ്പ് എടുത്ത ഡ്രൈവറിൻ്റെ അടുത്തുനിന്നാണോ എന്താണോ സംഭവിച്ചതെന്നറിയില്ല. സംഭവം നമ്മുടെ ത്രെഡ് ഇതേപോലെ ഡാമേജ് ആയിട്ട് നമ്മുടെ അകത്തെ മറ്റേ വയറൊക്കെ പുറത്ത് കാണാൻ തുടങ്ങി. ഈ ഒരു ടയർ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ചെറുതായിട്ട് മാർക്ക് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ വരുന്നതെന്ന് പറഞ്ഞു കഴിയുമ്പം ഇവിടുത്തെ ഈ സുന പൊട്ടിയിരിക്കുകയാണ്. ഈ വിഞ്ച് ഇത് ഡാമേജ്ഡായിട്ട് ഒടിഞ്ഞിരിക്കുകയാണ്. പിന്നെ അടുത്ത വരുന്നതെന്ന് പറയുമ്പം ഈ ടയറും ഇവിടെ ഇതേപോലെ ഡാമേജായി. ഈ ടയറും അതേപോലെ തന്നെ ഇങ്ങനെ ഡാമേജ് ആയിട്ടുണ്ട് ത്രെഡ്. അപ്പം നമ്മൾ കമ്പനി ഇൻഫോം ചെയ്തു, നമ്മുടെ പ്രോപ്പർട്ടി മാനേജറിനെ ഇൻഫോം ചെയ്തു. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞത് നമ്മളെന്തായാലും ഇവിടെ വിൻസറിൽ തന്നെ ഉള്ളതുകൊണ്ട് സാധനം യാർഡിലോട്ട് കൊണ്ടുപോകാം, അവിടുന്ന് നമുക്ക് ഫിക്സ് ചെയ്തിട്ട് പോകാമെന്ന്. അപ്പോൾ ഞാൻ ഓൾറെഡി ഡിസ്പാച്ചിൽ ഇൻഫോം ചെയ്തു. അപ്പം നമ്മൾ ഇവിടുന്ന് ഇനി ഈ ട്രെയിലർ കൊണ്ടായിട്ട് നമ്മുടെ വർക്ക്ഷോപ്പിൽ കൊണ്ടായിട്ട് ഫിക്സ് ചെയ്തിട്ട് വേണം അവിടുന്ന് അങ്ങോട്ട് പോകാൻ. അപ്പോൾ നാളെ ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഡെലിവറി. അപ്പോൾ എന്തായാലും നമുക്ക് ആവശ്യത്തിലേറെ സമയമുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് അടിച്ചും വിട്ട് അങ്ങോട്ട് പോവാം. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ കമ്പനി വന്നു. വർക്ക്ഷോപ്പിൽ ട്രെയിലർ കൊടുത്തു. ഏകദേശം ഒരു 3/4 മണിക്കൂറിൻ്റെ അടുത്ത് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു. അപ്പം അവർ എല്ലാ ടയറും മാറ്റി. ഇനിയിപ്പം ഹിഞ്ച് മാറ്റാൻ പറ്റിയില്ല, കാരണം നമ്മുടെ ട്രെയിലർ ഓൾറെഡി സീൽഡാണ്. അപ്പോൾ പിന്നെ ആ സീല് നമുക്ക് തുറക്കാണ്ട് നമുക്ക് ആ ഹിഞ്ച് മാറ്റാൻ പറ്റിയില്ല. അപ്പം അതിന് പിന്നെ മാറ്റാൻ പറ്റുള്ളൂ. പിന്നെ ഒറ്റ ഹിഞ്ച് ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ലെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ആ ഹിഞ്ച് അവർ ഊരിയെടുത്തു. എന്നുവെച്ചാൽ ഒരു സൈഡിലുള്ള ഊരിയെടുത്തു. ബാക്കിയുള്ള ഇനിയിപ്പം ട്രെയിലർ തിരിച്ചു വന്നു കഴിയുമ്പം അവർ മാറ്റിക്കോളും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവർ ABS ലൈറ്റും ഇപ്പം കത്തുന്നില്ല, പക്ഷേ പ്രശ്നമുണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല, ഓൾമോസ്റ്റ് എല്ലാം ഓക്കെ ആയി. അപ്പോൾ നമുക്ക് 1 മണിക്കൂറത്തെ ഡിറ്റൻഷനും കിട്ടി. അപ്പോൾ നമ്മൾ വെയിറ്റൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഹസ്കിയിൽ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ വിടുകയാണ്. നമ്മൾ നേരെ നമ്മുടെ പെട്രോൾ പാസ് കോൺവാളിൽ ലക്ഷ്യമാക്കി പോകാൻ വേണ്ടി പോവാണ്. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ നിർത്തുന്ന ഡെറ്റർനോൺ ഡ്യൂട്ടി നിർത്തി. നമ്മളൊരു ചായയും ഒരു റാപ്പൊക്കെ മേടിച്ചുകൊണ്ട് വന്നു, ബ്രേക്ക്ഫാസ്റ്റ് റാപ്പ്. അപ്പോൾ നമ്മൾ ഇപ്പം കാനഡയ്ക്കകത്തൂടെ പോകുന്നതുകൊണ്ട് നമുക്കിനി രാവിലെ അവിടെ നിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇവിടെ നിന്നാണെങ്കിലും മേടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ അതൊക്കെ മേടിച്ചു. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വിടാം, മാക്സിമം അധികം ലേറ്റ് ആവാണ്ട്. അതാകുമ്പോൾ നമുക്ക് ട്രാഫിക്ക് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ടൊറൻറ്റോ ക്രോസ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് വിടാം.
ഗായ്സ്, അങ്ങനെ നമ്മൾ ഏകദേശം നമ്മൾ നേരത്തെ കണ്ട പോലെ ടൊറൻറ്റോ ഒക്കെ ക്രോസ് ചെയ്ത് നമ്മളൊരു രാത്രി ഒരു 8 മണി 8:15 ആയപ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ കോൺവാളിലെ പെട്രോൾ പാസിലെത്തി. അപ്പോൾ അവിടെ നമ്മൾ വന്നപാടെ നേരെ കയറി എണ്ണ അടിച്ചു. അവിടെ നമുക്ക് സ്ലിപ്പ് ഉണ്ടെങ്കിൽ മറ്റേ ബില്ലടിച്ചിട്ടുണ്ട് അല്ല, നമ്മൾ എണ്ണ അടിച്ചതിൻ്റെ ബില്ലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നാളെ ഇവിടെ ഷവർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, പെട്രോൾ പാസ് ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു 1/2 ടാങ്ക് എണ്ണയായിരുന്നു, ഇത്രയും ഹെവി ലോഡല്ലേ. അപ്പം നമ്മൾ എണ്ണ അടിച്ചു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബില്ല് മേടിച്ചു. എന്നിട്ട് പിന്നെ നമ്മളിപ്പോൾ പാർക്കിങ്ങിൽ കൊണ്ടുപോയിട്ടു. നമ്മുടെ കർട്ടനൊക്കെ അടിച്ച് എല്ലാം സെറ്റാക്കി. ഇപ്പോൾ ഇവിടെ ഏകദേശം 9 മണിയായി. നാളെ രാവിലെ ഒരു 9:15 സ്റ്റാർട്ട് ചെയ്താൽ മതി, 12 മണിക്കാണ് ഡെലിവറി. അപ്പോൾ ഇവിടുന്ന് 1.5 മണിക്കൂറേ ഉള്ളൂ. കുറച്ച് ട്രാഫിക്കിൽ ലേറ്റ് ആയി കഴിഞ്ഞാലും നമ്മൾ ഓൾമോസ്റ്റ് 12 മണിയാകുമ്പോൾ അവിടെ എത്തേണ്ടതാണ്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് പയ്യെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരത്തെ അങ്ങ് കിടക്കാം. അപ്പോൾ ഇന്നലെ നമുക്ക് ഇന്നിപ്പോൾ ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് ഇന്നലെ നമ്മുടെ ഉറക്കം ശരിയായില്ല. ആകെ 4-5-4.5 മണിക്കൂർ കണ്ട് കിടന്നുറങ്ങിയുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് പല്ല് കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് കിടക്കാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ നമ്മൾ കോൺവാളിലുള്ള പെട്രോൾ പാസിലാണ് നടന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ എണ്ണ അടിച്ചുകൊണ്ട് ആ സ്ലിപ്പും കൊണ്ട് പോയി നമ്മൾ രാവിലെ പോയി കുളിച്ചു. നമ്മൾ ഏകദേശം ഒരു 12-12:15 മണിക്കൂർ നമ്മൾ ഓഫ് എടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയി കുളിച്ചു ഫ്രഷായിട്ട് ഒരു 9:15 ആയപ്പോഴത്തേനും വന്നു. നമ്മൾ ഇൻസ്പെക്ഷനൊക്കെ ഇട്ട് തീർത്തു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ 12 മണിക്കാണ് നമ്മുടെ അപ്പോയിൻമെൻറ്റ്. ഇവിടുന്ന് 1.5 മണിക്കൂർ ഡ്രൈവേ ഉള്ളൂ. എന്നാലും ഒരു സേഫ്റ്റിക്ക് നമ്മളൊരു 1-1.5 മണിക്കൂർ മുമ്പേ പോവുകയാണ്. കാരണം അവിടെ അപ്പോയിൻമെൻറ്റ് പർട്ടിക്കുലറാണ്. ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ലേറ്റ് ഫീ ഒക്കെ ഉണ്ടെന്നാണ് കമ്പനിയിൽ നിന്ന് പറയുന്നത്. ദൈവത്തിനറിയാം. എന്തായാലും നമുക്ക് സമയമുള്ള സ്ഥിതിക്ക് നമുക്ക് നേരത്തെ അങ്ങ് പോയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ടിമ്മിൽ പോയി ഒരു ചായയൊക്കെ മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കേരള കടയിൽ പോയപ്പം പഴംപൊരി നമ്മുടെ ചക്കേൻ്റെ ഇലയുടെയും കിട്ടിയായിരുന്നു. അത് ഈ 2 എണ്ണം വെച്ച് നമ്മൾ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതൊക്കെ അങ്ങ് കഴിച്ച് പയ്യെ അങ്ങ് പോവാം. അപ്പം പിന്നെ ഇപ്പോൾ നമ്മൾ വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല. അപ്പം അതാണ് കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് പയ്യെ അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഇന്നലെ വന്നപ്പോഴും വലിയ തിരക്കില്ലായിരുന്നു. അത് കഴിഞ്ഞ് ട്രക്ക് സ്റ്റോപ്പൊന്നും മൊത്തത്തിൽ ഫുള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം രാവിലെ ആയപ്പോഴത്തെ ഒരുവിധം എല്ലാവരും തന്നെ പോയി. അപ്പം ഇപ്പം കുറച്ച് ട്രക്കുകൾ മാത്രം അവിടെ ഇവിടെയൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. എന്നാലും നമുക്ക് കാണാൻ പറ്റും ഗ്യാപ്പൊക്കെ. നമ്മുടെ അപ്പുറത്തെ സൈഡിൽ കുറേ ഗ്യാപ്പൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. എന്തായാലും നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് വിടാം. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ ഇന്നത്തെ ഓട്ടം എല്ലാം കഴിഞ്ഞു. നമ്മൾ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ നമ്മൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ സമയത്ത് എല്ലാം തിരക്ക് പിടിച്ച ഡെലിവറി ആയിരുന്നു. അവിടെ പോയി ഡെലിവറി ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ റിട്ടേൺ ലോഡ് കിട്ടി. റിട്ടേൺ ലോഡ് എന്ന് പറഞ്ഞാൽ ഗ്ലാസിൻ്റെ ലോഡായിരുന്നു. നമ്മൾ എപ്പോഴും പോകുന്ന ആ ലോ ബ്രിഡ്ജൊക്കെ ഉള്ള സ്ഥലത്തുനിന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയും പെട്ടെന്ന് ലോഡ് ചെയ്ത് തന്നു. പിന്നെ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് സമയമുണ്ട്, നമുക്ക് അത് നേരെ കൊണ്ടായി ഡെലിവറി ചെയ്യാനായിരുന്നു പറഞ്ഞത്. പിന്നെ നന്നായല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് അടിച്ചും വിട്ടങ്ങ് പോന്നു. അതാകുമ്പോൾ നമുക്ക് നേരെ പോയി ലണ്ടൻ ഫ്ലൈയും ചെയ്ത് പോയി കിടക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എവിടെയും നിർത്തി വീഡിയോ ഒന്നും പിടിച്ചില്ല. അധികം നിർത്തിയേ ഇല്ല. ഏതോ ഒരു ട്രെൻഡ് ഓൺ റൂട്ടിൽ മാത്രം ഒന്ന് വാഷ്റൂമിൽ പോകാൻ നിർത്തിയുള്ളൂ. അങ്ങനെ അടിച്ചും വിട്ട് വരുമായിരുന്നു. ഇവിടെ ടൊറൻറ്റോ എത്താനായപ്പോഴത്തേനും കമ്പനിയിൽ നിന്ന് വിളിച്ച് പറയുന്നു അത് മിൽട്ടൺ യാർഡിൽ കൊണ്ടായിട്ടാൽ മതി, നമ്മുടെ ടൊറൻറ്റോയിലുള്ള യാർഡിൽ. അപ്പോൾ നാളെ നമുക്ക് അടുത്ത ട്രിപ്പുണ്ട് തിരിച്ച് ക്യൂബക്കിലോട്ടൊന്ന്. അയ്യോ, അതപ്പം വഴിയായിരിക്കുകയാണ്. അപ്പം നമ്മളങ്ങനെ ഒരു രാത്രി ഒരു 9:30 ആയപ്പോഴത്തേനും നമ്മൾ നേരെ മിൽട്ടണിലുള്ള നമ്മുടെ യാർഡിലെത്തി. 9:45 അപ്പോൾ നമ്മുടെ ലോഡ് അവിടെ നിന്ന് ലോഡ് ചെയ്തുകൊണ്ട് വരുന്നതേ ഉള്ളൂ. അവരിവിടെ നമ്മൾ 11-12 മണി കണ്ടാവും. അപ്പം നമ്മൾ എന്നിട്ട് നാളെ 2 ഡെലിവറിയാണ്. എല്ലാം മോണ്ടറിക്ക് പുറത്താണ്. അങ്ങനെ ഒരു സമാധാനമുണ്ട്. അപ്പം നമ്മൾ ആ 2 ഡെലിവറി നാളെ ചെയ്യണം. അപ്പോൾ അവർ ചോദിച്ചു 8 മണിക്കൂർ ഓഫ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യാവുന്നത്. അതല്ലെങ്കിൽ ഞാൻ ഓൾറെഡി 8 മണിക്കൂർ ഓഫ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. കാരണം നമ്മളിപ്പോൾ 9:45 ഷട്ട് ഡൗൺ ചെയ്തുകൊണ്ട് 7:45 5:45 നമ്മുടെ ടൈം റീസെറ്റ് ആവും. അപ്പോൾ പിന്നെ നമുക്ക് ഒരു 6:15 ആവുമ്പോഴത്തേനും വിട്ട് കഴിഞ്ഞാൽ വലിയ തിരക്കാവുന്നതിന് മുമ്പ് നമുക്ക് ടൊറൻറ്റോ ക്രോസ് ചെയ്യാൻ പറ്റും. കാരണം ഒരു 8 മണി 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും നല്ല തിരക്കാവും. അപ്പോൾ അതിന് മുമ്പേ നമുക്ക് മാക്സിമം ടൊറൻറ്റോ ക്രോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ പ്ലാൻ. എന്തായാലും നമ്മുടെ ലോഡ് ഇവിടം വരെ എത്തിയില്ല. എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് കിടക്കാം. അതാകുമ്പോൾ നാളെ രാവിലെ ഇന്നിനിപ്പോൾ അധികം ഉറങ്ങാനുള്ള നേരവും ഇല്ല. അപ്പോൾ നമുക്ക് മാക്സിമം ഉറങ്ങി
നമുക്ക് നാളെ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നാളെ ഇനിയിപ്പോൾ വീഡിയോ ഒക്കെ പിടിക്കാൻ പറ്റുമെന്നറിയില്ല, എല്ലാം തിരക്ക് പിടിച്ചിട്ടുള്ള ഓട്ടാണ്. നാളെ 2 ഡെലിവറി ചെയ്യണം. അപ്പോൾ ഇന്നത്തേന് ഇനി അത്രയേ ഉള്ളൂ. എന്തായാലും നമുക്ക് നാളെ രാവിലെ നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റു, നമ്മുടെ ട്രെയിലറെല്ലാം ബുക്ക് ചെയ്തു. കുറച്ച് ഇഷ്യൂ നടക്കുകയാണ്. നമ്മൾ ഒരു സെറ്റ് പേപ്പർ വർക്ക് മിസ്സിങ് ആണ്. പക്ഷേ ട്രെയിലർ ഇട്ടിരിക്കുന്ന സീല് സെക്കൻഡ് ഡെലിവറീൻ്റെ. അപ്പം വെയിറ്റ് എത്രയാണെന്ന് അറിയത്തില്ല. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. വെയിറ്റ് ഓക്കെ ആണോന്ന് അറിയില്ല. കമ്പനി വിളിച്ച് കഴിയുമ്പോൾ കമ്പനിയിൽ നിന്ന് അവർ പറയുന്നത് സ്റ്റാർട്ട് ചെയ്ത് ഓവർ വെയിറ്റ് അല്ലെന്ന്. എനിക്കറിയില്ല എന്താ സംഭവിക്കുന്നതെന്ന്. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അവർ പേപ്പർ വർക്ക് കിട്ടിക്കഴിയുമ്പോൾ അയച്ചു തരുമെന്നാണ് പറയുന്നത്. എല്ലാം ഓവർ വെയിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പനിയെ വിളിച്ച് പറയാം. കമ്പനിയിലല്ല, ഡിസ്പാച്ചറിൻ്റെ തലയിടാം. അപ്പം എന്തായാലും അത്രയേ ഉള്ളൂ. നമുക്ക് എന്തായാലും പെട്ടെന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നടന്ന കാര്യങ്ങൾ നമുക്ക് ഓൺ ദ വേയിൽ പറയാം. ഹലോ ഗായ്സ്. അപ്പം നമ്മൾ ഇപ്പോൾ കോൺവാളിലെ പെട്രോൾ പാസിലെത്തി. അവിടെ നിർത്തി നമ്മളൊരു ചായ മേടിച്ചു. രാവിലെ നമ്മൾ ഈ ആടി കിടന്നുകൊണ്ട് പിന്നെ 8 മണിക്കൂർ ഓഫൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ ചായ ഒന്നും കുടിച്ചില്ലായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പോരുമായിരുന്നു ഇത്. അപ്പോൾ നമ്മൾ ഇവിടെ നിർത്തി, ഇവിടുന്ന് എണ്ണയടിച്ചു. എന്നിട്ട് രാവിലെ നടന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറച്ച് പേപ്പർ വർക്കിൻ്റെ ഇഷ്യൂസൊക്കെ ആയിരുന്നു. നമ്മുടെ ഇതിന് മുമ്പ് എടുത്ത ഡ്രൈവർ, നമ്മുടെ 2 ഡെലിവറി ഉണ്ട് നമുക്ക് ലോഡ്. അതിൻ്റെ അകത്ത് 2ാമത്തെ ഡെലിവറീൻ്റെ പേപ്പർ വർക്ക് മാത്രമേ ട്രക്കിലുണ്ടായിരുന്നുള്ളൂ. 1ാമത്തെ ഡെലിവറീൻ്റെ പേപ്പർ വർക്ക് ട്രക്കിലില്ല. അത് അവൻ എടുത്തുകൊണ്ട് പോയെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു പ്രൂഫ് ഓഫ് ഡെലിവറി ആയിട്ട് അവൻ ശ്രദ്ധിക്കാണ്ട് അത് മാത്രമായിട്ട് എടുത്തുകൊണ്ട് പോയെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന 2ാമത്തെ ഡെലിവറീൻ്റെ സീലാണ് ഇപ്പോൾ അവന് ഓൾറെഡി ട്രെയിലറിൽ ഇട്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ സാധാരണ 1ാമത്തെ ഡെലിവറീൻ്റെ സീല് സെപ്പറേറ്റ് നമ്മുടെ പേപ്പറിൻ്റെ കൂടത്തിൽ വെച്ചിട്ടും ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ാമത്തെ ഡെലിവറീൻ്റെ അവിടെ ചെന്ന് കഴിയുമ്പം നമുക്ക് സീലുണ്ടാവും. ആ സീലങ്ങ് നമ്മുടെ എക്സ്ട്രാ സീൽ, ഇപ്പോൾ 2 സീൽ അതിൻ്റെ അകത്ത് ഞാൻ ഇട്ടു. പക്ഷെ 2ഉം കട്ട് ചെയ്താലേ നമുക്ക് മറ്റേ ട്രെയിലർ തുറന്ന് സാധനം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ 2ാമത്തെ സ്ഥലത്ത് പോകുമ്പോൾ സീലുണ്ടാവുകയില്ല. അവർ കുഴപ്പമില്ലെന്നൊക്കെയാണ് പറയുന്നത്. എനിക്കറിയില്ല, അവിടെ ചെന്ന് കഴിയുമ്പോൾ അറിയാം. അപ്പോൾ അതാണ് പ്രശ്നം. അപ്പോൾ പിന്നെ അവരെനിക്ക് ഷിപ്പറിനോട് പറഞ്ഞിട്ട് സാധനത്തിൻ്റെ കോപ്പി നമുക്ക് ഇതിൽ അയച്ചു തന്നായിരുന്നു, മെയിലിൽ അയച്ചു തന്നായിരുന്നു. എന്നുവെച്ചാൽ നമ്മുടെ ഡെലിവറി ചെയ്യേണ്ട സാധനത്തിൻ്റെ ഫസ്റ്റ് ഡെലിവറീൻ്റെ പേപ്പർ വർക്ക് നമുക്ക് മെയിലിൽ അയച്ചു തന്നു. അപ്പോൾ അത് ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട് ഇവിടുന്ന് തന്നെ. പിന്നെ ഒന്ന് ബാത്റൂമിലൊക്കെ പോയി പിന്നെ ഒരു ചായയൊക്കെ മേടിച്ചു വന്നു. ഏകദേശം ഇപ്പോൾ 55 മിനിറ്റായി. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം. പെട്ടെന്ന് തന്നെ ഇത് ആദ്യത്തെ ഡെലിവറി ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് 1 മണിക്കൂർ 1.5 മണിക്കൂർ 2ാമത്തെ ഡെലിവറി ലൊക്കേഷൻ. മിക്കവാറും ഇന്ന് ഷട്ട് ഡൗൺ ആവാനാണ് സാധ്യത ഇവിടെ. എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ എന്തായാലും പെട്ടെന്ന് കൊണ്ടായി ഡെലിവറി എല്ലാം ചെയ്യട്ടെ. ഹലോ ഗായ്സ്. അപ്പം നമ്മൾ നമ്മുടെ ഡെലിവറി ലൊക്കേഷനിലെത്തി. നമ്മൾ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെക്ക് ഇൻ ചെയ്തു. അപ്പോൾ അവർ നമുക്ക് ഓൾറെഡി പേപ്പറൊക്കെ സൈഡിട്ട് തന്നു. പക്ഷേ ഇവിടെ ആകെ 6 പാലറ്റ് ഇറക്കാനുള്ളൂ. അപ്പോൾ ഇവിടെ ആകെയുള്ള 3 മറ്റേ ഇതാണ് വരുന്നത്, നമ്മുടെ ഡോക്കാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒന്നിൻ്റെ അകത്ത് ട്രെയിലർ ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ്. 2എണ്ണത്തിൻ്റെ അകത്ത് ഓൾറെഡി ട്രെയിലറുണ്ട്. ട്രെയിലറല്ല, ട്രക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണ്ണാടിക്കുള്ള നോക്കിയാൽ കാണാൻ പറ്റുമായിരിക്കും. അവിടെ ഇതിങ്ങനെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് ഡോക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി മൊത്തം അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റിയിടണം. അപ്പോൾ അവിടെ ഒരു ട്രക്കുണ്ട്, ഇതിൻ്റെ നടുക്ക് വേറൊരു ട്രക്കുണ്ട്, ഇപ്പുറത്ത് ട്രെയിലർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 3 ഫുള്ളാണ്. അപ്പോൾ പിന്നെ നമുക്കിനിയിപ്പോൾ വെയിറ്റ് ചെയ്യണം. ഒരാൾ ഇറങ്ങി കഴിയുമ്പോൾ അങ്ങോട്ട് കയറ്റി ഇട്ടോളാനാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ നമ്മൾ അതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സീലൊക്കെ കട്ട് ചെയ്തു സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം എന്താ സംഭവം എന്ന്. അപ്പം ഇതെന്ന് പറയുമ്പം ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പം ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ ഈ വഴിയെ വന്നു, നേരെ ഇതിലെ ഇങ്ങനെ അകത്തേക്കാണ് ഈ എൻട്രൻസ് വരുന്നത്.
എന്നിട്ട് നമ്മളിങ്ങനെ ഇവിടെ വന്ന് നിർത്തി ഇങ്ങോട്ട് നമ്മൾ ടേൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇനി നേരെ സ്ട്രെയിറ്റ് ബാക്ക് ഇട്ടാൽ മതി. ലോക്കെല്ലാം ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിലെ ഇങ്ങനെ വളഞ്ഞു ഇനി നേരെ ബാക്ക് ഇട്ടാൽ മതി. ഉപ്പിട്ട് കഴിഞ്ഞ് മറ്റേ അൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തെ നമുക്ക് നേരെ വന്ന വഴി തന്നെ തിരിച്ചു പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അവിടുത്തെ രണ്ടാമത്തെ വണ്ടിയുടെ കഴിഞ്ഞു എന്നെനിക്കൊരു ഡൗട്ടുണ്ട്. ഞങ്ങൾ വന്ന് സംസാരിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ഒന്ന് നോക്കട്ടെ. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഡെലിവറിയും കഴിഞ്ഞു. അപ്പോൾ നമുക്ക് സൈനിൻ്റെ പേപ്പറൊക്കെ തന്നു. നല്ല മനുഷ്യനായിരുന്നു. അപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലാത്ത ഏരിയ ആയിരുന്നു. അപ്പോൾ പിന്നെ പുള്ളിക്കാരൻ അകത്ത് കയറി ട്രെയിലർ ക്ലീൻ ചെയ്യാനുള്ള പെർമിഷനൊക്കെ തന്നു. ഞാൻ അകത്തുനിന്ന് അവരുടെ പ്രശ്നം കൊണ്ട് തന്നെ ട്രെയിലറൊക്കെ ക്ലീനാക്കി. അപ്പം നമ്മൾ പിക്കപ്പിന് വേണ്ടി പോകാൻ വേണ്ടി പോവാണ്. ഇവിടെ നിന്ന് ഒരു മണിക്കൂർ ദൂരം. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയില്ല. ട്രാഫിക്കൊക്കെ കൊണ്ട് ഇപ്പോൾ ഒരു മണിക്കൂർ ദൂരമാണ് കാണിക്കുന്നത്. അവിടെ പോയി അവർ പെട്ടെന്ന് ലോഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പെട്രോൾ പാസിൽ പോയി കിടക്കാൻ പറ്റും. ഇല്ലെങ്കിൽ പണിയാവും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. എന്തായാലും നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോവാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് നിരങ്ങി മൂളി നമ്മൾ ട്രാഫിക്കിലൊക്കെ പോയിട്ട് നമ്മൾ ഒരുവിധം ഒരു 6:15 ആയപ്പോഴത്തേനും ഇവിടെ എത്തി. നമ്മൾ ഇവിടെ വന്നപ്പോൾ വലിയ തിരക്കൊന്നുമില്ല, വേറെ അധികം വണ്ടികളൊന്നുമില്ല. വന്നപ്പോൾ ഒരു വണ്ടി ഉണ്ടായിരുന്നു, അത് പോവുകയും ചെയ്തു. ഇപ്പം ഡോക്കിൽ ഇവരുടെ കുറച്ച് ട്രെയിലർ കിടപ്പുണ്ട്. അതല്ലാണ്ട് വേറെ വണ്ടികൾ വേറെ പുറത്തുനിന്ന് ലോഡ് ചെയ്യാനില്ല. ഇത് ഇവരുടെ ട്രെയിലറുകളാണ് ഇവിടെയൊക്കെ ഇട്ടിരിക്കുന്നത്. അതേപോലെ അവിടെയൊക്കെ ഇട്ടിരിക്കുന്നത് എല്ലാം അവരുടെ ട്രെയിലറാണ്. അല്ലാണ്ട് ലൈവായിട്ട് ലോഡ് ചെയ്യുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം അവർ ചെക്കിൻ ചെയ്തു, ഡോക്കിലിട്ടു. അപ്പം നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ലോഗ് ബുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. നമുക്ക് 3.5 മണിക്കൂറാണ് സമയമുള്ളത്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ഇനിയിപ്പം നമുക്ക് ഇവിടുന്ന് നമ്മൾ കിടക്കുന്ന കോൺവാളിലെ പെട്രോൾ പാസ് വരെ നമുക്ക് ഏകദേശം 1 മണിക്കൂർ സമയമുണ്ട്. 1 മണിക്കൂർ 1.25 മണിക്കൂർ പിടിക്കും. അപ്പോൾ നമുക്കൊരു 2 മണിക്കൂറുണ്ട് ഇവിടെ. ആ 2 മണിക്കൂറിനുള്ളിൽ ഇവർ ലോഡ് ചെയ്ത് തരുവാണെങ്കിൽ നമുക്ക് അടിച്ചും വിട്ട് പോകാം. ഇല്ല, അവർ അതിനുള്ളിൽ ലോഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഇവിടെ തന്നെ നമ്മൾ ഷട്ട് ഡൗൺ ചെയ്ത് കിടക്കേണ്ടി വരും. ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പെട്ടെന്ന് തന്നെ അവർ ലോഡ് ചെയ്യാതിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം വേറെ വണ്ടികളൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടിച്ചും വിട്ട് നേരെ പോയി അവിടെ പോയി നമ്മുടെ കോൺവാളിലെ പെട്രോൾ പാസിൽ പോയി കിടന്നാൽ അവിടെ സമാധാനമാണ്. പിന്നെ നാളെ നമുക്ക് പയ്യെ പാട്ടും പാടി എണീറ്റ് കുളിച്ച് പെറുക്കി പയ്യെ പോയാൽ മതി. അപ്പം അങ്ങനെ എന്തായാലും ഞാൻ നോക്കട്ടെ അവർ പെട്ടെന്ന് തന്നെ ട്രെയിലർ ലോക്ക് ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് വിടാൻ നേരത്തെ നമുക്ക് കാണാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 1.5 മണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം സാധനം റെഡായിട്ടുണ്ട്. ചുവപ്പ് കത്തി തുടങ്ങിയിട്ടുണ്ട്. ലോഡിങ് ചെയ്ത് പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞാൽ മതിയായിരുന്നു. ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലോഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ചെയ്തോളും. കാരണം എനിക്ക് തോന്നുന്നത് ഒരേ സമയത്ത് 2 പാലറ്റ് വെച്ചാണ് അവർ അകത്തേക്ക് കൊണ്ടായിരുന്നത്. അപ്പോൾ ഷടപടയെന്ന് പറഞ്ഞു അങ്ങ് വെച്ചോളൂ. പിന്നെ അവസാനം എയറും കൂടെ നിറച്ചിട്ട് ബാഗും കൂടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പരിപാടി തീരേണ്ടതാണ്. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മണിക്കൂർ 6 മിനിറ്റാണ്. അപ്പം നമ്മൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ ബാക്കിയുള്ളപ്പോൾ ഇവിടെ നിന്ന് വിട്ടെങ്കിലേ മറ്റേ സ്ഥലത്ത് എത്തുള്ളൂ. അപ്പോൾ പെട്ടെന്ന് കേട്ടിട്ടേ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആദ്യത്തെ ഒരെണ്ണം കൊണ്ടായി കയറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം വണ്ടി അനങ്ങുമ്പോൾ നമുക്കറിയാം. പെട്ടെന്ന് കേട്ടിട്ടേ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് വണ്ടി എടുത്ത് അടിച്ചും വിടാം. നേരെ പെട്രോൾ പാസിൽ പോകുന്നു, അവിടെ കിടക്കുന്നു. ഹലോ ഗൈസ്, അപ്പോൾ ആസ് യൂഷ്വൽ റോഞ്ഞ ലോഡിങ് കാരണം ഇന്നത്തെ സമയം മൊത്തം തീർന്നു. ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 1 മണിക്കൂർ 4 മിനിറ്റ് ഇനി ബാക്കിയുള്ളൂ നമുക്ക് ഡ്രൈവിംഗ് ടൈമിൽ. അപ്പം ഇനിയിപ്പോൾ ഓടി റിസ്ക് എടുക്കാമല്ലോ. നമുക്ക് എന്തായാലും പെട്രോൾ പാസിലെത്തിയാൽ എസ് ഓയിലെത്തുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇനി 10 മിനിറ്റ് ബാക്കിയുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് 2 സിഗ്നൽ ക്രോസ് ചെയ്ത് കയറി അടിച്ചും വിട്ട് പോയി കഴിഞ്ഞാൽ റിസ്ക് അവിടെ എത്തുന്നത്. പിന്നെ പേഴ്സണൽ കൺവീനിയൻസ് ഒക്കെ ഇടേണ്ടവരും ചുമ്മാ വള്ളിയാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, നമുക്ക് ഇവിടെ തന്നെ കിടക്കാതെ. ഇവിടെ ഓവർനൈറ്റ് പാർക്കിംഗ് ഉണ്ട്. പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ബാത്റൂമില്ല. അപ്പുറത്തൊരു പോർട്ടബിൾ ബാത്റൂം വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഓപ്പൺ ആണോ എന്നൊന്ന് നോക്കണം. ഓപ്പൺ ആണെങ്കിൽ സുഖമായിട്ട് നമുക്ക് കാര്യങ്ങൾ നടത്താൻ പറ്റും. ഇല്ലെങ്കിൽ പണി കിട്ടും. എന്തായാലും ഞാൻ ആദ്യം വണ്ടി ഒന്ന് പുറത്തേക്ക് എടുത്ത് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് അടുപ്പിച്ചിട്ട് എന്നിട്ട് നമുക്ക് കാണാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് പുറത്തിട്ടു, സീലൊക്കെ ഇട്ടു, എല്ലാം ഓക്കെ ആയി. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഇപ്പോൾ ഇവിടെ കിടക്കുകയാണ്. ഇപ്പം ഞാനിങ്ങനെ പുറത്തുകൂടെ അന്വേഷിച്ച് കിടക്കുമായിരുന്നു. വണ്ടി ഞാനിവിടെ ഒരു പോർട്ടബിൾ കണ്ടായിരുന്നു. അത് ലോക്കായിരുന്നെങ്കിലും പോർട്ടബിൾ ഒന്ന് കണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോഴുണ്ടോ എന്ന് നോക്കി ഞാനിങ്ങനെ ഇതിൻ്റെ അകത്തൂടെ
മൊത്തം ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ഡ്രൈവറിനോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു അതൊന്നും ഇപ്പോൾ ഇല്ല, അകത്ത് ഓഫീസിൻ്റെ അവിടെയുള്ള ഒരെണ്ണമുള്ളതെന്ന്. അതും ഇവരെ എംപ്ലോയീസിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അത്ര കംഫർട്ടബിൾ അല്ല നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി. പിന്നെ അതുമല്ല ഇവർ രാത്രി അടച്ചിട്ട് പോകുമെന്ന് തോന്നുന്നു. അയ്യോ, ഇനിയും രാത്രി വല്ല ഫ്രൂട്ട്സ് എല്ലാം കഴിച്ചിട്ട് കിടക്കേണ്ടി വരും. നമ്മൾ മര്യാദയ്ക്ക് വല്ല ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പം രാവിലെ ആകുമ്പോഴത്തേന് പ്രഷർ വന്നിട്ട് പ്രശ്നമാവും. അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തെങ്കിലും ഒരു നല്ലൊരു എമർജൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ നേരെ മുമ്പിൽ തന്നെ ഇവിടുത്തെ ഒരു മാള് വരുന്നുണ്ട്. ഇതൊക്കെ ഒരു മാളാണ്. ആ മാളിൻ്റെ പാർക്കിൽ വേണേലും വണ്ടി ഇടാം. അപ്പോൾ അങ്ങ് അതിൻ്റെ പുറകിൽ അവിടെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നതിൻ്റെ സൈഡിൽ ഒരു ചെറിയ പോർട്ടബിൾ ബാത്റൂം ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും രാത്രി അത്രയ്ക്ക് അർജൻറ്റ് വന്നു കഴിഞ്ഞാൽ നേരെ മതിലിയാടി അപ്പുറത്ത് പോയിട്ട്, മതിലിയാണ്ടല്ല, അത് വലിയ ഓപ്പൺ ഏരിയ, നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് നേരെ പുറത്തേക്ക് ഇറങ്ങി അവിടെ പോയിട്ട് കാര്യം സാധിക്കാം. എന്തായാലും റിസ്ക് എടുക്കണ്ട. അതുകൊണ്ട് നമ്മൾ രാത്രി ഫുഡ് വേണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മുടെ പല സിനിമ എല്ലാം കണ്ടിട്ട് നമുക്കങ്ങ് കിടക്കാം. ബാക്കി നമുക്ക് പല ഫ്രൂട്ട്സ്, നമ്മുടെ വാട്ടർ മെലോണൊക്കെ ഇരിപ്പുണ്ട്, അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമുക്കങ്ങ് കിടക്കാം. എന്നിട്ട് നമുക്ക് നാളെ നോക്കാം. എന്തായാലും ഇവിടുത്തെ ഒരു 8:30 ആയപ്പോഴാണ് ഞാൻ ടൈം സ്ലീപ്പറിലോട്ട് ഇട്ടത്. അപ്പോൾ ഇന്നലെ നമ്മൾ 8 മണിക്കൂർ ഓഫ് എടുത്തുകൊണ്ട് ഇന്ന് ഇപ്പം നമുക്കൊരു 10 മണിക്കൂർ കടന്നേ പറ്റൂ. 8 മണിക്കൂർ എടുത്താലും മതി. പക്ഷെ നേരത്തെ പോയിട്ട് ഒരു കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് പയ്യെ ഒരു 6:30 ആകുമ്പോഴത്തേനും ഇവിടുന്ന് നമുക്ക് ഇൻസ്പെക്ഷൻ ഇട്ട് ഒരു 6:45 ആകുമ്പോഴത്തേനും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതാകുമ്പോൾ വലിയ തിരക്കാവുന്നതിന് മുമ്പാണ് നമുക്ക് മൗണ്ട് സിറ്റി ക്രോസ് ചെയ്യാൻ പറ്റും. അപ്പം അതാണ് പ്ലാൻ. എന്തായാലും നമുക്ക് ഇന്നത്തേന് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഞാൻ പെട്ടെന്ന് കിടക്കാൻ നോക്കട്ടെ. ഗുഡ് മോർണിംഗ് ഗായ്സ്. അങ്ങനെ നമ്മൾ രാവിലെ ഒരു 6 മണി 6:15 എണീറ്റു. അപ്പോൾ 6:30 ആകുമ്പോൾ നമ്മുടെ ടൈം റീസെറ്റ് ആവുമായിരുന്നു. ഇപ്പോൾ ടൈം റീസെറ്റ് ആയപാടെ തന്നെ നമ്മൾ ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ ഇട്ടു. അപ്പോൾ ഇൻസ്പെക്ഷൻ ഓൾമോസ്റ്റ് കഴിയാനായി. അപ്പോൾ നമ്മൾ വണ്ടി മൊത്തത്തിൽ ഇൻസ്പെക്ട് ചെയ്തു, കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. അപ്പോൾ നമ്മൾ സീലെല്ലാം ചെക്ക് ചെയ്തു, എല്ലാം ഓക്കെയാണ്, വണ്ടി സേഫാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് പല്ല് പോലും തേച്ചില്ല. ഇപ്പോൾ ഇനിയിപ്പോൾ വേണം ഒന്ന് നേരെ നമുക്ക് ഇന്നിനിപ്പം രാവിലെ ആയതുകൊണ്ട് നമുക്ക് നേരെ ലാങ്ചസ്റ്റർ ഫ്ലൈയിങ് ജയിലോട്ട് പോകാം. എന്നുവെച്ചാൽ ക്യൂബക്ക് ബോർഡറിൽ തന്നെ വരുന്ന, എന്നുവെച്ചാൽ നമ്മുടെ ഒണ്ടാരിയോയിൽ കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ ആദ്യം വരുന്ന ഒരു ഫ്ലൈയിങ് ജേ ഉണ്ട്. നമ്മുടെ എപ്പോഴും കിടക്കുന്ന പെട്രോൾ ഒരു 15-20 മിനിറ്റ് മുമ്പ് അവിടെ കയറി കിടക്കാം. കിടക്കാതല്ല, അവിടെ കയറി പാർക്ക് ചെയ്തിട്ട് അവിടുത്തെ നമുക്ക് ഷവർ ഉപയോഗിക്കാം. നമുക്ക് എന്തായാലും ഫ്ലൈയിങ് ജേയുടെ ഇതുണ്ടല്ലോ, അപ്പോൾ അവിടെ ഷവറൊക്കെ ഉപയോഗിച്ച് സെറ്റായിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ അവിടെ നിന്ന് പല്ലും തേച്ച് എല്ലാം ഒന്ന് സെറ്റാവുകയും ചെയ്യാം. അപ്പോൾ അതാണ് നമ്മുടെ പ്ലാൻ. എന്തായാലും കമ്പനിയിലോട്ട് ഇനി പേപ്പറും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കണം. അപ്പം അങ്ങനെ എന്തോ ഭാഗ്യത്തിന് രാത്രി അധികം ഫ്രൂട്ട്സും അധികം ഞാൻ ഈവൻ ഫ്രൂട്ട്സ് തന്നെ ആണെങ്കിലും ഞാൻ അധികം കഴിച്ചില്ല. ഒരു 2 ഓറഞ്ച്, ഒരു 3-4 പീസ് നമ്മുടെ തണ്ണിമത്തനെ കഴിച്ചുള്ളൂ, ബത്തയ്ക്ക. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. എന്തായാലും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. നമ്മൾ എന്തായാലും പേപ്പർ വർക്കൊക്കെ ഇന്നലെ അയച്ചു കൊടുത്തായിരുന്നു. എന്നാലും നമുക്ക് നമ്മുടെ ഒരു വർക്ക് ഫ്ലോ കംപ്ലീറ്റ് ചെയ്യാണ്ട്, അത് ഇൻസ്പെക്ഷൻ കഴിഞ്ഞ വേണം നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ. വലിയ തിരക്കൊന്നും ഇല്ലെന്നാണ് കാണിക്കുന്നത്. എന്തായാലും ഒരു 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ഫ്ലൈയിങ് ജയിലെത്താൻ പറ്റുമായിരിക്കും. അപ്പോൾ എന്തായാലും അങ്ങനെയാണ് കാര്യങ്ങൾ. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് വയ്ക്കാം.
ഗായ്സ്, അങ്ങനെ നമ്മൾ ഓടി നമ്മുടെ ഫ്ലൈങ് ജയിലെത്തി ലാഞ്ചസ്റ്ററിലുള്ള. അപ്പം പെട്ടെന്ന് പോയി നമുക്കൊരു ഷവർ എടുക്കാം. വന്നിട്ട് നമുക്ക് എന്താ മര്യാദയ്ക്ക് ഫുഡ് കഴിക്കണം. ഇന്നലൊന്നും കഴിക്കാത്തതുകൊണ്ട് അത് കഴിക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ നമ്മുടെ ലാഞ്ചസ്റ്റർ ഫ്ലൈങ് ജയിലിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ ബാഗൊക്കെ എടുത്ത് റെഡിയായി പോകാൻ വേണ്ടി. പക്ഷേ ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കി കഴിഞ്ഞപ്പം ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കൺസ്ട്രക്ഷൻ നടക്കുവാന്ന്. എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര സ്ലോ ആണ് അവർ. അപ്പോൾ നമുക്ക് ആപ്പിൽ തന്നെ ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളിങ്ങനെ ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ഒരാൾ ഓൾറെഡി വെയിറ്റ് ചെയ്തിരിക്കുക എന്നാണ് പറയുന്നത്. മീൻസ് ഓൾറെഡി ഫുള്ളാണ്. അതിന് പുറമെ ഒരാൾ ബുക്ക് ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാമതാണ് ഇരിക്കുന്നത്. അപ്പം നമ്മളാണെങ്കിൽ ഓൾറെഡി ഇവിടെ വന്നിട്ട് ഒരു 10-13 മിനിറ്റായി. അപ്പോൾ ഇനിയിപ്പം അയാൾക്കും കിട്ടി, അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കിട്ടാൻ വേണ്ടി. അപ്പോൾ എന്തായാലും സമയമെടുക്കും. പിന്നെ ഞാൻ പ്ലാൻ നേരെ മാറ്റി ഞാൻ നേരെ നമ്മുടെ പെട്രോൾ പാസിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടെ ആകുമ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും പെട്രോൾ പാസിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ ഓടി പെട്രോൾ പാസിലെത്തി. ഇതാണ് പെട്രോൾ പാസിൻ്റെ മറ്റേ ഷവറ്. അപ്പോൾ നമ്മുടെ ഫ്ലൈങ് ജയിലിൻ്റെ പോലെ അത്ര വലിയ സെറ്റപ്പ് അല്ല, എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് നല്ല വൃത്തിയായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ ഇന്ന് വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയില്ല. ഫുള്ള് തിരക്ക് പിടിച്ച ഓട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവസാനത്തെ വീഡിയോ പിടിച്ച നമ്മൾ ഇവിടെ പെട്രോൾ പാസിൽ നിൽക്കുന്ന സമയത്തായിരുന്നു, അവിടുന്ന് കുളിക്കാൻ വേണ്ടി പോയ സമയത്ത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്ത് നമ്മൾ കുളിക്കാനൊക്കെ സമയമെടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇവിടെ വന്നു. എന്നിട്ട് പിന്നെ നമ്മൾ അടിച്ചും വിട്ട് പോയി. പോകുന്ന വഴിക്ക് അവർ പറഞ്ഞു മിൽട്ടൺ യാർഡിലാണ് സാധനം ഡെലിവറി ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അവിടെ ചെറുതായിട്ട് ഇത് കിട്ടി. അപ്പോൾ അവരടുത്ത് ഒരു ലോഡ് ഓഫർ അയച്ചു തന്നു. തിരിച്ച് ഈ ആൻജോ ക്യൂബക്ക് എന്ന് പറഞ്ഞ മോഡൽ സിറ്റിക്കകത്ത് തന്നെയുള്ള ഉപ്പിൻ്റെ ലോഡ് ഡെലിവറി. അപ്പോൾ നമ്മൾ അവിടെ നമ്മുടെ മിൽട്ടണിലുള്ള യാർഡിൽ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു 3 മണിയായി. പിന്നെ ട്രെയിലറൊക്കെ ബുക്ക് ചെയ്ത് വിട്ടപ്പോഴത്തെ 3:20 ആയി. നമ്മുടെ ട്രെയിലർ ഡ്രോപ്പ് ചെയ്ത് പുതിയ ട്രെയിലർ ബുക്ക് ചെയ്ത് വിട്ടപ്പോഴത്തെ തന്നെ 3:20 ആയി. പിന്നെ നല്ല ട്രാഫിക്കിൻ്റെ സമയം, പീക്ക് ടൈം ടൊറൻ്റോ സിറ്റിയിൽ. അതിൻ്റെ അകത്തോടെ നേരങ്ങി ഒരു 4 മണിക്ക് ടൊറൻ്റോ സിറ്റിക്കകത്തേക്ക് കയറിയിട്ട് നമ്മൾ പുറത്തിറങ്ങുന്ന ഏകദേശം 6 മണിയായപ്പോഴാണ്. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് വിട്ട് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ കുറേ അടുത്ത് ഇപ്പോൾ 110 ആക്കി സ്പീഡ്. കയറ്റം ഇറക്കമൊക്കെ വരുമ്പോൾ നമ്മുടെ വണ്ടി സ്ലോ ആവുകയും ചെയ്യും. അങ്ങനെ നോക്കുമ്പോഴത്തേന് കളിച്ച് പിടിച്ച് നോക്കുമ്പോഴത്തേന് സമയം തീരെ ഇല്ല. ഡ്രൈവിംഗ് ടൈമൊക്കെ ആയിട്ട് കോൺവാളിലെ ഈ പെട്രോൾ പാസിലെത്താൻ വേണ്ടി കുറച്ച് ടൈറ്റായിരുന്നു. പിന്നെ എങ്ങനെയോ ഞാൻ എവിടെയും നിർത്തിയില്ല. അവിടെ നിന്ന് വണ്ടി വിട്ടിട്ട് പിന്നെ ഞാൻ എവിടെയും നിർത്തിയില്ല. അത്രയും കൂടെ സമയം ലാഭിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നേരെ കടിച്ച് പിടിച്ച് ഇവിടെ വന്നിട്ട് ഈ പമ്പിൽ കയറ്റി നിർത്തുമ്പോൾ ബാക്കി ഉണ്ടായിരുന്നത് 7 മിനിറ്റാണ് ബാക്കി ഉണ്ടായിരുന്നത്. അതാണ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കാണുന്നത് 7 മിനിറ്റ്. അങ്ങനെ നമ്മൾ പമ്പിൽ കയറ്റി എണ്ണയൊക്കെ അടിച്ചു. നമ്മൾ ഒരു പയ്യെ അനക്കി കൊണ്ടുവന്ന് പാർക്കിങ്ങിലിട്ടു. എല്ലാം സെറ്റാക്കി. ഇനിയിപ്പോൾ നമുക്ക് നാളെ രാവിലെ സ്കെയിൽ ചെയ്യണമെങ്കിൽ ഒന്ന് സ്കെയിൽ ചെയ്തിട്ട് അങ്ങ് പോയേക്കാം. എന്നിട്ട് നേരെ കൊണ്ടുപോയി ഡെലിവറി ചെയ്യാം. 10 മണിക്കാണ് ഡെലിവറി. അപ്പോൾ നമ്മൾ ഒരു 8 മണിക്കൂർ ഓഫ് എടുത്തിട്ട് പോകാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും അങ്ങനെയാണ് കാര്യങ്ങൾ. എന്തായാലും നോക്കട്ടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നതെന്ന്. അതിനനുസരിച്ച് നമുക്ക് നോക്കാം. എന്തായാലും പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് കിടക്കാം. ഇന്നലെയും മര്യാദയ്ക്ക് രാത്രി ഫുഡ് കഴിച്ചില്ല. ഇന്നെങ്കിലും മര്യാദയ്ക്ക് കഴിക്കണം. രാവിലെ ആണെങ്കിലും ഞാൻ ഒരു റാപ്പും ചായയും കുടിച്ചതേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തായാലും ഞാൻ പെട്ടെന്ന് എന്തായാലും ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങട്ടെ. അപ്പം ഇന്നത്തേന് ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് നാളെ രാവിലെ കാണാം.